ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ആ സമയം വേറെ ഏത് സമയത്തെക്കാളും ഉത്തമമാണ്. ഒരു ദിവസം 1000 ദിവസത്തെക്കാളും ഉത്തമമെന്നാണല്ലോ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ വിലപ്പെട്ട വേള നാം തുറന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായി വെറുതിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. വാക്യം ഡിസ്പ്ലേ ചെയ്യുമെങ്കിൽ അത് നല്ലതായിരിക്കും. കർത്താവിന് സ്തോത്രം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. പൗലോസ് പറഞ്ഞ ഒരു സാക്ഷ്യം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോവുകയാണ്. സ്തോത്രം. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്നാണ് സദൃശ്യവാക്യം 29:18 നമ്മൾ വായിക്കുന്നത്. അതേ ഭാഗം ഇംഗ്ലീഷിൽ വായിക്കുന്നത് വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ ആർ പെരിഷിങ് എന്നാണ്. ദർശനമില്ലാത്തടത്ത് ജനം നശിക്കുന്നു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ എന്നും നമ്മെ ജയത്തോടെ മുന്നോട്ട് നയിക്കുന്നത്, ഏത് പ്രതികൂലത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവ് നമുക്ക് തരുന്ന ചില ദർശനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതെല്ലാം ദർശനമല്ല. അത് സ്വപ്നമോ ഊഹാപോഹമോ പേക്കിനാവോ ഒക്കെ ആവാം. പക്ഷെ ദർശനം എന്നുള്ളത്, ഡ്രീംസ് ആൻഡ് വിഷൻസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ദർശനം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അതെന്നും അങ്ങനെ തറഞ്ഞിരിക്കും. നമ്മളത് മറക്കുകയേയില്ല. അത് ആരോ എഴുതി വെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അത് ഇങ്ങനെ പ്രതിഫലിപ്പാൻ ഇടയായിത്തീരും. കർത്താവിന് സ്തോത്രം. പൗലോസിന് ഏതാണ്ട് 8 ദർശനങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. താൻ പറഞ്ഞത് ആ പദങ്ങൾ നോക്കൂ. ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. അപ്പോൾ ഒന്നിലധികം ദർശനങ്ങൾ തനിക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ 8 ദർശനങ്ങളെ പൗലോസിന് ലഭിച്ചതായി തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ 8 ദർശനങ്ങളെ നമ്മുടെ മനസ്സിലാക്കലിന് വേണ്ടി ഒരു 5 ഹെഡിങ്ങുകളിൽ, 5 തലക്കെട്ടുകളിൽ സംക്ഷേപിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പൗലോസിൻ്റെ ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദർശനം, അതേക്കുറിച്ചുള്ള തൻ്റെ വലിയ ആത്മഭാരം, അതിനായുള്ള വലിയ നിയോഗം ഒക്കെ തിരിച്ചറിയുമ്പോൾ നമുക്കും അത് ഏറ്റെടുക്കാനും ആ നിലയിൽ ഒരു ആത്മപ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ ചെറുചിന്തകൾ നിങ്ങൾക്ക് സഹായമായി തീരും എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. തനിക്ക് ലഭിച്ച 1-ാമത്തെ ദർശനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 26-13 മുതലുള്ള വാക്യങ്ങൾ. രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. വാക്യം 14. പ്രൈസല്ലോ. ഞങ്ങളെല്ലാവരും നിലത്തു വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. വാക്യം 15. പ്രൈസല്ലോ. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസിന് ലഭിച്ച 1-ാമത്തെ ദർശനം ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് കർത്താവ് തന്നെ നേരിട്ട് നടത്തിയ ഒരു സന്ദർശനമാണ്. ഇത് തനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം 9, 22, 24, 26 അധ്യായങ്ങളിൽ പൗലോസ് ഈ മാനസാന്തര അനുഭവം അവിടെ ഇവിടങ്ങളിലെല്ലാം വിവരിച്ചു പറയുന്നത്. സ്തോത്രം. താനൊരു യഹൂദനായിരുന്നു. യഹൂദ മതത്തിൽ തീഷ്ണതയുള്ളവനായിരുന്നു. നസ്രായ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോയ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, ആ കർത്താവുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ, കർത്താവുമായിട്ടുള്ള ആ കൂട്ടിമുട്ടൽ അവൻ്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചു. അവൻ ക്രിസ്തു സഹിതനായി മാറി. മുമ്പേ ഞാൻ ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, ഇപ്പോൾ നസ്രായ മതത്തിന് മുമ്പനായി തീർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്തോത്രം. യെരുശലേമിലുള്ള വളരെ വിശുദ്ധന്മാർക്ക് വളരെ ഉപദ്രവം ചെയ്തവനാണ്. ഡമാസ്കസിൽ പോയി അവിടെയുമുള്ള ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടി താൻ ക്രമീകരണങ്ങളുമായി പോയി. അവിടെ ചെല്ലുമ്പോൾ മഹാപുരോഹിതന്മാർ ചോദിച്ചാൽ കൊടുക്കാനുള്ള അധികാരപത്രം തൻ്റെ പക്കലുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ള
പ്രവർത്തന പദ്ധതികൾ, പ്രോഗ്രാം ഷീറ്റ് തൻ്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ വെട്ടത്തെ കവിയുന്നൊരു പ്രകാശം അദ്ദേഹത്തെ ചുറ്റി മിന്നുകയും താൻ താഴെ വീഴുകയും ചെയ്തു. പ്രൈസലോ. കണ്ണിൻ്റെ കാഴ്ച പോയി, ശരീരത്തിൻ്റെ ബലം പോയി, അധികാരപത്രം പാറിപ്പോയി, പ്രോഗ്രാം ഷീറ്റ് ചിതറിപ്പോയി. ഒന്നുമില്ലാത്തവനായി, ആരുമില്ലാത്തവനായി അവിടെ കിടന്നുകൊണ്ട് കർത്താവേ, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഇന്ന് പകലിൽ ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ പ്രതീക്ഷകളൊക്കെ തകർന്നു, കണക്കൂട്ടലുകളൊക്കെ തകർന്നു. ഞാൻ സ്വരുക്കൂട്ടിയ പദ്ധതികളൊക്കെ പാളിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു ഉടയവനുണ്ട്. കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കർത്താവിന് അവനെ നേരിട്ട് അറിയിക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും ദൈവം അതിന് ഒരു സമാന്തര ദർശനം നൽകുകയാണ്. ദമസ്കോസിന്റെ പടിവാതിൽ ശൗൽ എന്ന് പറയുന്ന ഒരുവൻ കണ്ണു കാണാതെ കിടക്കുമ്പോൾ കർത്താവ് അങ്ങ് ദൂരെ അനന്യാസ് എന്ന് പറയുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ശിഷ്യന് വെളിപ്പെട്ടിട്ട് അനന്യാസ എന്ന് വിളിച്ചു. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ശൗൽ എന്ന് പറയുന്ന ഒരു കണ്ണു കാണാതെ ദമസ്കോസിന്റെ പടിവാതിക്കൽ കിടക്കുന്നു. നീ ചെന്നവൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രൈസ് ലോർഡ് വന്ന് ശൗലിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വാക്കെന്താ? സഹോദര ശൗലേ, കാഴ്ച പ്രാപിക്കുക എന്നാ. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ വിളിച്ചേനെ, എടാ മുടിഞ്ഞോനെ, കണ്ടോടാ, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നു, ഞങ്ങൾ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഗതികേട് വന്നില്ലയോടാ എന്നൊക്കെ പറഞ്ഞേനെ. സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അനന്യാസ്, ദൈവം രൂപാന്തരപ്പെടുത്തിയ അനന്യാസിനെ അവിടെ ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പറയാം. അനന്യാസിന് വെളിപ്പെട്ടിട്ട് കർത്താവ് പറഞ്ഞു, ഇതുപോലെ നീ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അനന്യാസ് കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. അനന്യാസ് കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാ? കർത്താവേ, നിനക്കറിയാമോ? കർത്താവിന് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ അങ്ങോട്ട് ചോദിക്കുന്നത്. കർത്താവേ, നിനക്കറിയാമോ അവൻ യെരൂശലേമിലുള്ള വിശുദ്ധന്മാർക്ക് വളരെ ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. ഇവിടെയുമുള്ള വിശുദ്ധന്മാരെ പീഡിപ്പിക്കാൻ വരികയാണ്. പ്രൈസലോ. ഇതൊന്നും അറിയാത്ത പോലെ കർത്താവിനോട് പറഞ്ഞേ. സ്തോത്രം. പ്രൈസലോ. കർത്താവിനോട് എന്താ പറഞ്ഞത്? കുഞ്ഞെ, അങ്ങനൊന്നുമല്ല, ശരിയാണ്, പക്ഷെ ഇപ്പോൾ അവൻ മാറ്റമുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ അവന് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് പറഞ്ഞ വാക്ക്, എൻ്റെ നാമം യഹൂദന്മാർക്കും, ഒന്ന് യഹൂദന്മാർ, രണ്ട് ജാതികൾക്കും, മൂന്ന് രാജാക്കന്മാർക്കും മുമ്പാകെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാകുന്നു. അവൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അവിടെ കർത്താവ് ഉറപ്പാക്കുകയാണ്. അവൻ്റെ ശുശ്രൂഷയുടെ 3 മേഖലകളെക്കുറിച്ച് കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. ആമേൻ. അനന്യാസ് വന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തിരുവെഴുത്തിൽ വായിക്കുന്നത് ചെതുമ്പല് പോലെ ഒന്ന് അടർന്നു വീണു എന്നാണ്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദിവ്യമായ ദർശനങ്ങൾ കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണിന് തിമിരങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചെതുമ്പല് പോലെ ഒന്ന് അടർന്നു വീണിട്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ പ്രാപിക്കാൻ ദൈവം ചിലർക്കെങ്കിലും ഭാഗ്യവും കൃപയും നൽകി തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്. അപ്പോൾ ഒന്നാമത്തെ ദർശനം എന്നുള്ളത് തൻ്റെ മാനസാന്തരത്തിന് വേണ്ടി യേശു ക്രിസ്തു നേരിട്ട് നൽകിയ സന്ദർശനമായിരുന്നു. രണ്ടാമത്തെ ദർശനം 1 കൊരിന്ത്യർ ലേഖനം 11:23 വാക്യമാണ്. 1 കൊരിന്ത്യർ 11:23 വാക്യം. സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തിരുവത്താഴത്തെക്കുറിച്ചുള്ള ഒരു ദൃക്സാക്ഷി വിവരണമാണ്. പക്ഷെ അവിടെ ന്യായമായ ഒരു സംശയം ഉദിക്കുകയാണ്. യേശു ക്രിസ്തു സഹിയോൻ ഊട്ടുശാലയിൽ വെച്ച്, അല്ലെങ്കിൽ യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസിൻ്റെ മാളികമുറിയിൽ വെച്ച് ഈ ശുശ്രൂഷ സംസ്ഥാപിക്കുന്ന വേളയിൽ പൗലോസ് അവിടെ ഇല്ല. പൗലോസ് അപ്പോൾ മാനസാന്തരപ്പെട്ടിട്ട് പോലുമില്ല.
യേശുവിൻ്റെ നേരിട്ടുള്ള 12 ശിഷ്യന്മാരിൽ ഒരുവനല്ല പൗലോസ്. പിന്നെ ഇത് തനിക്ക് എങ്ങനെയാണ് ഒരു നേരിട്ടുള്ള കണ്ടെഴുത്ത് പോലെ, ദൃസാക്ഷി വിവരണം പോലെ എഴുതാൻ കഴിഞ്ഞത്? നിങ്ങൾ നോക്കിയേ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. അപ്പോൾ സമയം എപ്പോഴായിരുന്നെന്ന് അവന് ബോധ്യമായി, അല്ലേ? ആ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി നൽകി. ഔവണ്ണം തന്നെ പാനപാത്രവും എടുത്തു. അപ്പൊ ആദ്യം അപ്പമാണ് അനുഗ്രഹിച്ചത്, പിന്നീട് പാനപാത്രമാണ് അനുഗ്രഹിച്ചത്. ഹലോ, ഈ പൗലോസ് സമയം രാത്രിയായിരുന്നെന്നും പിന്നെ ആദ്യം അപ്പമാണ് അനുഗ്രഹിച്ചതെന്നും പിന്നെ വീഞ്ഞാണ് അനുഗ്രഹിച്ചതെന്നൊക്കെ നീ എങ്ങനെ അറിഞ്ഞത്? നീ ഇത് കണ്ടില്ലല്ലോ, നിനക്കിതൊരു കേട്ടുകേൾവി പോലും ഇല്ലല്ലോ, പിന്നെ നിനക്കിതെങ്ങനാ അറിയാൻ കഴിഞ്ഞത്? പ്രൈസലോ. അതാണ് താൻ ആദ്യം പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, മനുഷ്യരാരും എന്നെ പഠിപ്പിച്ചിട്ടുമില്ല, ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ ഞാൻ പ്രാപിച്ചത്. എന്താ വെളിപ്പാട്? ഗലാത്യലേഖനം 1-17 നിങ്ങളുടെ വാക്യം തുറന്നുകൂടെ നോക്കണം കേട്ടോ. ഗലാത്യർ 1:17. ആ, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ഡെമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. താൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം അനന്യാസ് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം താൻ എന്ത് ചെയ്തെന്നറിയാമോ? നേരെ സൗദി അറേബ്യയിലേക്ക് പോയി. ഹലോ, സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ പോയി ഏകാന്തതയിൽ കർത്താവുമായി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുവത്താഴ് ശുശ്രൂഷ വളരെ ഗൗരവമേറിയ ഒരു ശുശ്രൂഷയായതുകൊണ്ട്, യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന മഹനീയമായൊരു ശുശ്രൂഷയായതുകൊണ്ട്, ഇത് സഭകളെയെല്ലാം ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ദൈവം അവൻ്റെ മുമ്പാകെ മറനീക്കി പ്രദർശിപ്പിച്ചു. അപ്പോൾ അവൻ നോക്കുമ്പോൾ അത് രാത്രിയാണ്. ആദ്യം അനുഗ്രഹിച്ചത് അപ്പമാണ്, പിന്നെ അനുഗ്രഹിച്ചത് വീഞ്ഞാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് കർത്താവ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷങ്ങളിൽ നമ്മളത് വായിക്കുന്നെങ്കിലും അതിൻ്റെ വ്യക്തമായ ചിത്രം പൗലോസിലൂടെ നമുക്ക് ലഭിക്കുന്നു. പൗലോസ് അത് പ്രാപിച്ചതാകട്ടെ ഒരു ദർശനത്തിലൂടെ. പ്രൈസലോ. ആളുകൾ ചിലരൊക്കെ പറയും, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് ബൈബിളിലുണ്ടത്. ഏതാ? തിരുത്താഴ ശുശ്രൂഷയെക്കുറിച്ചുള്ള വാക്യമാണ്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്. സഹോദരങ്ങളെ, സാദരം പൊറുക്കണം, അങ്ങനൊരു വാക്യം ബൈബിളിലില്ല. കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് ഒരു വാക്യം ബൈബിളിൽ ഇല്ല. ഇല്ല. പിന്നെന്താ ഉള്ളത്? കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്. മനസ്സിലായോ? കൂടി വരുമ്പോഴൊക്കെയും എന്നല്ല, പിന്നെന്താ? കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്താ ഓർക്കുന്നത്? സ്തോത്രം. ഓർക്കേണ്ടത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പിൻപിലേക്ക് നോക്കി യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന്, മുമ്പിലേക്ക് നോക്കി യേശു നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്നു എന്ന്. ആ വാക്യം നോക്കിക്കേ, കർത്താവ് വരുവോളം, അല്ലേ? അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണത്തിനും മടങ്ങി വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് സഭായുഗം. ഈ സഭായുഗം മുഴുവൻ ഭക്തന്മാർക്ക് പ്രത്യാശ വർധനവിന് വേണ്ടി പ്രാപിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവമാണ്, ശുശ്രൂഷയാണ് തിരുവത്താഴം എന്നുള്ളത്. അതാരും അവഗണിക്കരുത്, അവഹേളിക്കരുത്. കടത്തിനെ നിൽക്കുന്നവനൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള, വയറ് നിറയാനുള്ള ചാപ്പാടല്ല തിരുവത്താഴം. മനസ്സിലായോ? അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, വിശുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന, അതിലെല്ലാം ഉപരി പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. അടുത്ത ഞായറാഴ്ച സഭയിൽ തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭയങ്കര ഉത്സാഹമല്ലേ? അതിനുവേണ്ടി നാമൊക്കെ മാനസികമായി തയ്യാറെടുക്കില്ലേ? സഹോദരങ്ങളെ, കഴിഞ്ഞ 2000-ഓളം വർഷമായി ഒരാൾ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുക വേറെ ആരുമല്ല, നമ്മുടെ കർത്താവ് തന്നെ. സ്വർഗരാജ്യത്തിൽ നിങ്ങളോടുകൂടെ പന്തിയിലിരിക്കുന്ന ആൾ വരെ ഇനി മുന്തിരി വള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവ്, നാം ഒരുമിച്ച് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അനേകർ വന്ന് പന്തിയിലിരിക്കുമ്പോൾ നാമും ആ പന്തിയിലുണ്ടായിരിക്കും എന്നുള്ളത് എത്രയോ പ്രത്യാശ നൽകി തരുന്ന ചിന്തകളാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ്യ. കർത്താവിന് സ്തോത്രം. പൗലോസിന് കർത്താവ് നൽകിയ ദർശനങ്ങൾ. മൂന്നാമത്തെ ദർശനം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ദർശനങ്ങളാണ്. ഒന്നുകൂടെ പറയാം. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പൗലോസിനെ അയക്കാനായി കർത്താവ് നൽകിയ ദർശനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ആ തലത്തിൽ, ആ ഹെഡിങ്ങിൽ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ 4 ദർശനങ്ങൾ കർത്താവ് പൗലോസിന് നൽകുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. പല സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകാനായി 4 ദർശനങ്ങളാണ് കർത്താവ് പൗലോസിന് നൽകുന്നത്. ഒന്ന്, മക്കദോന്യയ്ക്ക് പോകാനുള്ള ദർശനമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. അടുത്ത വാക്യം, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്ത് പ്രസംഗിക്കരുതെന്ന് ദൈവം പറഞ്ഞു, എന്നാൽ ചിലയിടത്തേക്ക് ദൈവാത്മാവ് നയിച്ചു. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് കർത്താവിൻ്റെ ആത്മാവ് വിലക്കി. മൂസിയിലൂടെ ത്രോവാസിലെത്തി. അവിടെയും ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ സ്തോത്രം വിലക്കുകയാണ്. അപ്പോൾ വഴികളെല്ലാം അടഞ്ഞു എന്ന് തോന്നിയ വേളയിൽ രാത്രിയിൽ മറ്റൊരു വഴി തുറക്കപ്പെടുന്ന ദർശനം കാണുകയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ഇപ്പം നമുക്ക് സിഖുകാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? ഹലോ, ബർമയിലോ ഭൂട്ടാനിലോ ഉള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ വേഷം വ്യത്യസ്തമാണ്. അറബി രാജ്യത്തുള്ള അറബികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? ഇതുപോലെ ഈ ആളിൻ്റെ വേഷവിധാനം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി, എന്താ, അവനൊരു മക്കദോന്യക്കാരനാണ്. ആ മനുഷ്യൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ദർശനം പൗലോസിന് കിട്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ദർശനമനുസരിച്ച് പൗലോസ് യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പുറപ്പെട്ടു പോയി. സ്തോത്രം. ഒടുവില് ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നു. അവിടെ ഒരു പുഴയുടെ വക്കത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദർശനം കാണാൻ ദൈവം അവൻ്റെ കണ്ണ് തുറന്നു. അവൻ പ്രസംഗിച്ച വചനം കേൾക്കാൻ ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ വചനം പ്രസംഗിച്ച ദൈവദാസന്മാരെ ഉൾക്കൊള്ളാനായി അവളുടെ വീട് തുറന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലേ? നമുക്കറിയാം, ആ വലിയ വസ്ത്രവ്യാപാരിയായ ധനികയായ സ്ത്രീയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അവൾ രക്ഷിക്കപ്പെട്ടു. 3 വ്യക്തികളാണ് ആ സഭയുടെ ആദ്യ ഫലങ്ങൾ. ഒന്ന്, ഒരു ഭയങ്കര ധനികയായ വസ്ത്രവ്യാപാരി. മറ്റൊന്ന്, അവിടുത്തെ ഒരു ജയിൽ സൂപ്രണ്ട്, ഒരു വലിയ അധികാരമുള്ള മനുഷ്യൻ. മറ്റൊന്ന്, ഒരടിമയായ പെൺകൊച്ച്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ എല്ലാ തരം മീനുകളുമുണ്ട്, അല്ലേ? പത്രോസിന് കർത്താവ് നൽകിയ ദർശനം എന്താണ്? ഹലോ, എല്ലാവിധ ജീവജന്തുക്കളും ഉൾക്കൊള്ളുന്ന ഒരു തുപ്പട്ടി. കർത്താവ് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യം എല്ലാവിധ മീനെയും പിടിക്കുന്ന വലയാകുന്നു, അല്ലേ? ദൈവത്തിന് സ്തോത്രം. അവിടെ പണമുള്ളവനും ഉണ്ടാവാം, പണമില്ലാത്തവനും ഉണ്ടായിരുന്നേക്കാം. വസ്ത്രവ്യാപാരി ഭയങ്കര ധനികയാണ്. ജയിൽ സൂപ്രണ്ട് ഭയങ്കര അധികാരിയാണ്. ഈ അടിമപ്പെണ്ണിന് ഇതൊന്നും പറയാനില്ല. എങ്കിലും അവൾക്കും സഭയിൽ ഒരു ശുശ്രൂഷയുണ്ട്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ചെറിയവരായിരിക്കാം, വലിയവരായിരിക്കാം, പണം കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നിങ്ങൾ ഒത്തിരി മികച്ചവരായിരുന്നേക്കാം. പക്ഷേ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ സഭയിലെ ഒരു ചെറിയ അംഗത്തിനും ദൈവം ഒരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം അവിടെ സുവിശേഷം അറിയിക്കാൻ പൗലോസിന് കർത്താവ് നൽകിയത് ഒരു ദർശനമാണ്. പണ്ടൊക്കെ ദൈവദാസന്മാരൊക്കെ കവലകളിലും കൺവെൻഷനും ഒക്കെ പ്രസംഗിക്കുമ്പോൾ പറയും, സുവിശേഷം ഭൂഖണ്ഡങ്ങളെ സ്വാധീനിച്ച സന്ദേശമാണ്, അല്ലേ? ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ വചനം എഴുതിയത്. പിന്നീടാണ് ഇത് കുത്തിക്കെട്ടിയത്, ക്രോഡീകരിച്ചത് എന്നൊക്കെ പറയും. ഞാനിത് കത്തോലിക്കയിൽ നിന്നാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് 40 വർഷത്തിന് മുമ്പ്.
അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വെറുതെ ഇവരെ ആളുകളെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഇങ്ങനെ പടമടിച്ച് വിടുന്നതാ, വെറുതെ പറഞ്ഞു വിടുന്നതാ. അതെങ്ങനെയാ പറ്റുന്നത്? ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എഴുതണം, ഒരാൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് എഴുതണം, ഒരാൾ ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് എഴുതണം, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ശേഖരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് നടപ്പുള്ള കാര്യമാണോ എന്നൊക്കെ നമുക്ക് തോന്നും. സഹോദരങ്ങളെ, യഹോവയുടെ ആത്മാവത്രേ അവയെ കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനും ഇടയില്ലാതിരിക്കില്ല. 3 ഭൂഖണ്ഡങ്ങൾ. സുവിശേഷം അല്ലെങ്കിൽ ബൈബിളിലെ ഭാഗങ്ങൾ ചമയ്ക്കപ്പെട്ടത് 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്. ഒന്ന്, ഏഷ്യ ഭൂഖണ്ഡം, നമ്മുടെ ഭൂഖണ്ഡം, നമ്മൾ ജീവിക്കുന്ന ഭൂഖണ്ഡം. ഹലോ, യേശു ക്രിസ്തു നമ്മുടെ നാട്ടുകാരനാണെന്ന് എത്ര പേർക്കറിയാം? യേശു ക്രിസ്തു നമ്മുടെ നാട്ടുകാരനാണ്. അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ആർക്കും അറിയില്ല. ഇപ്പോഴാ കേൾക്കുന്നേ. പാസ്റ്റർ എന്തായി പറഞ്ഞു വിടുന്നതെന്നാ തോന്നുന്നത്. സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഏഷ്യൻ വംശജനാണ്. മനസ്സിലായോ? ഏഷ്യക്കാരനാണ് യേശു. കാരണം പലസ്തീൻ എന്ന് പറയുന്നത് ഏഷ്യയിലാണ്, അല്ലേ? പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന് കേട്ടില്ലേ? അറബികളും യഹൂദന്മാരും തമ്മിലുള്ള അടിക്കുന്ന അടി, അതിനെന്താ പറയുന്നത്? പശ്ചിമേഷ്യൻ ഇഷ്യൂ എന്നാണ് പറയുന്നത്, അല്ലേ? അമേൻ. ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭൂഖണ്ഡമാണ്. അതിലൊരു ഭാഗമാണ് ഏത്? പലസ്തീൻ. അപ്പോൾ ഒന്നാമത്തെ ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡം. 2, ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം. ആ, ഈജിപ്റ്റ്, നമ്മൾ കേട്ടില്ലേ ഈജിപ്റ്റ്? ബൈബിളിലെ മിസ്രൈം. ഈജിപ്റ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. മോശെ ആടിനെ തീറ്റിക്കൊണ്ട് നടന്നില്ലേ? ഇസ്രോവിൻ്റെ അത് റഘുവേലിൻ്റെ ആടിനെ, അതൊക്കെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഇനി 3 യൂറോപ്പ് ഭൂഖണ്ഡം. കൊരിന്ത്, റോം, പിന്നെ തെസ്ലോനിക്ക, ഫിലിപ്പിയ, കൊലോസിയ, എഫസോസ്, ഇതെല്ലാം യൂറോപ്യൻ കോണ്ടിനെൻ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. യൂറോപ്യൻ ഭൂഖണ്ഡമാണ്. ദൈവജനത്തിനു ബന്ധനമില്ല. പൗലോസ് എന്ന് പറയുന്ന സുവിശേഷത്തിൻ്റെ മുന്നണി പോരാളിക്ക് ദൈവം തുറന്നു കൊടുത്തത് ഒരു പ്രാദേശിക സ്ഥലമല്ല, ഒരു ഭൂഖണ്ഡത്തിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി പോകാൻ ദൈവം അവനെയാണ് ഉപയോഗിച്ചത്. ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ദർശനം എങ്ങനെയുള്ളതാണ്? നിന്റെ നിയോഗം എങ്ങനെയുള്ളതാണ്? ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ളതാണോ, അതോ ഒരു സാർവലൗകികമായ ഒരു വലിയ ദർശനമാണോ ദൈവം നിനക്ക് നൽകിയിട്ടുള്ളത്? യൂറോപ്പിലേക്ക് സുവിശേഷവുമായി പോകാനുള്ള വലിയ നിയോഗവും പ്രചോദനവും ദൈവം പൗലോസിന് നൽകുകയാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണ് താൻ എന്ത് ചെയ്തത്? ഫിലിപ്പിയ പട്ടണത്തിലേക്ക് പോയത്. ദർശനമനുസരിച്ചാണ് പോയത്. പക്ഷേ എന്തെന്ത് കഷ്ടതകൾ അവിടെ സഹിക്കേണ്ടി വന്നു എന്നറിയാമോ? ഹലോ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പോയ മനുഷ്യന് എന്തെന്ത് കഷ്ടതകൾ! അല്ലേ? അടിച്ചു, വസ്ത്രം വലിച്ചുരിഞ്ഞു, തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി, ജയിലിൽ കൊണ്ടുപോയി ഇട്ടു, കാലാമത്തിലിട്ട് പൂട്ടി. ദർശനം അനുസരിച്ചാ പോയെങ്കിൽ ഇതൊക്കെ കിട്ടുമോ? കിട്ടും. പ്രൈസല്ലോ. കാരണം കുഞ്ഞേ, നിന്നെ ഒന്ന് വലിച്ചിഴച്ചാലും ഒരുവനെ നരകശിക്ഷയിൽ വലിച്ചിഴിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിന്നെ അവിടോട്ട് കൊണ്ടുപോകുകയാണ്. ദൈവത്തിന് അല്ലാതെ നിനക്ക് ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. അവനോട് സുവിശേഷം പറയാൻ പറ്റതയില്ല. അവിടെ കാരാഗ്രഹത്തിൽ കിടന്നു, കയ്യിലും കാലിലും ചങ്ങലകളാണ്. പക്ഷെ നാവ് സ്വതന്ത്രമായിരുന്നു. സ്വതന്ത്രമായ നാവ് വെച്ച് അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇന്നും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ തടവുകാരാ. വിടുതൽ പ്രാപിച്ച് നാം പാടി സ്തുതിക്കുന്നവരാണ്. ഞാൻ മടങ്ങി വരാം. അപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകാനുള്ള ദർശനം. 1, മക്കദോന്യയ്ക്ക് പോയി പ്രസംഗിക്കാനുള്ള ദർശനം. 2, യൂറോപ്യൻ രാജ്യത്തെ വേറൊരു സിറ്റിയായ കൊരിന്ത് എന്ന സ്ഥലത്ത് പോയി പ്രസംഗിക്കാനുള്ള ദർശനമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും തുറന്നാട്ടെ. ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ആമേൻ. അയ്യാ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1.5 വർഷം അവിടെ താമസിച്ച് പ്രവർത്തിച്ചു. കൊരിന്തിൽ പൗലോസ് കൊരിന്തിൽ ചെന്നു. ഹലോ, സ്തോത്രം. കൊരിന്തിൽ ചെന്നു. അതൊക്കെ തന്നെ ഒത്തിരി വിവരിക്കപ്പെടാനുള്ള കാര്യമാണ്. ഞാൻ ഈ ഭാഗം മാത്രം പറയാം. സ്തോത്രം. കൊരിന്തിൽ ചെന്നപ്പോൾ താൻ അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കി.
പഠിച്ചു നോക്കി ഭയങ്കര പണ്ഡിതന്മാരാണ്. അപ്പൊ ഇവിടെ താൻ പ്രസംഗിച്ചാൽ അത് അങ്ങോട്ട് എറിക്കുമെന്ന് തനിക്ക് തോന്നിയില്ല. അവർ ചോദിക്കും, എടാ യേശു കുരിശ് മരിച്ചാൽ നിന്റെ പാവം പോകുന്നുള്ളത് എന്താ തെളിവ്, എന്താ തെളിവ്? പ്രൈസലോ. ഏ അപ്പൊ അവരിങ്ങനെ ഏ ജ്ഞാനം ചോദിക്കുകയാണ്. യഹൂദന്മാർ പറയും അതിന് വല്ല അടയാളമുണ്ടോ? അപ്പോൾ അടയാളം ചോദിക്കുന്ന ഒരു കൂട്ടം, ജ്ഞാനം ചോദിക്കുന്ന വേറൊരു കൂട്ടം. ഇവരുടെ ഇടയ്ക്ക് എൻ്റെ പ്രസംഗം യേശു കുരിശി മരിച്ചു നിങ്ങൾ വിശ്വസിച്ചാൽ പാവം പോകുന്നു പറഞ്ഞാൽ ഇവന്മാരെല്ലാം അവൻ എന്നെ കല്ലെറിയാൻ വരും. അതുകൊണ്ട് ഇവിടെ ഇതൊന്നും ശോഭിക്കത്തില്ല എന്ന് കരുതി, താൻ പ്രസംഗിക്കുന്നില്ല എന്ന് കരുതി മനസ്സുമടുത്തവനായി ഇരിക്കുന്ന വേളയിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിന്റെ അടുക്കൽ വന്നു. സ്തോത്രം. പൗലോസ്, നീ ഭയപ്പെടരുത്, നീ പ്രസംഗിക്കണം. കർത്താവെ, നിനക്ക് ജനത്തെ രക്ഷിക്കാൻ ഒരു ദൂതനെ അയച്ചങ്ങ് പറയത്തില്ലേ? ഹലോ, ഇപ്പം ഞാൻ പറയട്ടെ, ദോഹയിലെ അവിടോട്ട് രാത്രി ഒരു ഭയങ്കര ദൈവദൂതൻ അങ്ങോട്ട് വന്നിരിക്കുന്നു. ദോ എന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉടനെ എല്ലാവരുടെ ബോംബ് പൊട്ടിയാന്നൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ഫ്ലാറ്റിൽ നിന്നൊക്കെ ഇറങ്ങി മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ദൂതൻ ഇങ്ങനെ നിൽക്കുന്നു. ദൂതൻ പറഞ്ഞു, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, നാളെ സഭയിൽ ആരാധിക്കാൻ പോയിക്കണം. ഹലോ, ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ദോഹ ഒന്നിച്ച് മാനസാന്തരപ്പെട്ടേനെ, ബഹറിൻ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടേനെ അല്ലേ? ഹലോ, ദൈവത്തിന് വേണേ അങ്ങനെ ചെയ്യാം. പക്ഷെ ദൈവം ഇന്ന് ആ വലിയ ദൗത്യം ദൂതർക്ക് കൊടുക്കാതെ നമുക്ക് നൽകിയിരിക്കുകയാണ്. മനസ്സിലായോ? പ്രൈസല്ലോ. നന്മ സുവിശേഷീകരിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരമായിരിക്കും. സ്തോത്രം. രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുക്കൽ കൊരിന്തിൽ വന്നിട്ട് പറഞ്ഞു, നീ പ്രസംഗിക്കണം. എന്തിനാ പ്രസംഗിക്കുന്നത്? അതിന്റെ കാരണം കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 1:21, വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. ഹലോ, നമ്മൾ പ്രസംഗിക്കുന്നത് ഭോഷത്വമാണെന്നല്ല, പ്രസംഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം. മനസ്സിലായോ? അത് ബോധപൂർവം ചിന്തിച്ചാൽ ശരിയാവില്ല. പക്ഷെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആരും അയക്കാതെ അങ്ങനെ പോകും, പോകാതെ അങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ അങ്ങനെ കേൾക്കും, കേൾക്കാതെ അങ്ങനെ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരുവന്റെ ഉള്ളിലേക്ക് വചനമാകുന്ന കെടാത്ത വിത്ത് വീഴണം. അതിന് നിന്റെ നാവ് കൊണ്ട് ആ ദൂത് വിളിച്ചു പറയണം, പ്രസംഗിക്കണം. അടുത്തത്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. കർത്താവ് ഉറപ്പ് തന്നാൽ അതിൽ കൂടുതൽ എന്ത് വേണം? കർത്താവ് ഉറപ്പ് തന്നാൽ അതിൽ കൂടുതൽ എന്ത് വേണം? ഹലോ, പൗലോസ് ഒരുപാട് പങ്കപ്പാടുകൾ, കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ പക്ഷേ സ്തോത്രം, കൊരിന്തിൽ 1.5 വർഷം താമസിച്ചിട്ട് തൻ്റെ ദേഹത്തൊരു മണ്ണ് പോലും നുള്ളിയിടാൻ ഒരുത്തനും പറ്റിയില്ല. കല്ലേറ് കൊണ്ടിട്ടുണ്ട്, അത് അന്ത്യോക്യയിൽ വെച്ചാണ്. മനസ്സിലായോ? എഫെസോസിൽ വെച്ചാണ് മൃഗയുദ്ധം ചെയ്തത്. പ്രൈസലോ. കൊരിന്തിൽ വെച്ച് അവനൊരു പ്രതിസന്ധിയും വരാൻ കർത്താവ് അനുവദിച്ചില്ല. കാരണം കർത്താവ് അവന് നൽകിയ കോൺഫിഡൻസ് എത്ര വലുതായിരുന്നു. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. കൊരിന്തിലും പരിസരങ്ങളിലും സഭകൾ സ്ഥാപിക്കാൻ 1.5 വർഷം അവിടെ സുവിശേഷ വേല ചെയ്യാൻ പൗലോസിന് നിദാനമായത്, നിയോഗമായത് ആ ദർശനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. 3-ാമത്തെ ദർശനം, പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 17-18 വാക്യം. എന്നിട്ട് 21-ാം വാക്യം കൂടെ കാണിക്കണം. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ഉപദേശിച്ചുകൊണ്ട് 18-ാം അധ്യായം അല്ല ഞാൻ പറഞ്ഞത്, പ്രൈസലോ, 22-ാം അധ്യായം. താങ്ക് യു. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. അടുത്ത വാക്യം. സ്തോത്രം. നീ ബന്ധപ്പെട്ട് യെരൂശലേം വിട്ടു പോക, നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അടുത്തത്. സ്തോത്രം. 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം. സ്തോത്രം. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കൽ അയക്കും എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയിലെ നിയോഗം വളരെ വിലപ്പെട്ടതാണ്. ആമേൻ. ഇവിടെ നിന്നെ തിരസ്കരിച്ചാൽ ഞാൻ നിന്നെ ദൂരത്തേക്ക് അയക്കും, അത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും. കർത്താവിന് സ്തോത്രം. നിങ്ങൾ കേൾക്കണമോ? ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തയിലേക്ക് മടങ്ങി വരികയാണ്. അവൻ രക്ഷിക്കപ്പെട്ട അന്ന് അവൻ്റെ ശുശ്രൂഷയുടെ 3 മേഖലകളെക്കുറിച്ചാണ് അനന്യാസിനോട് കർത്താവ് പറഞ്ഞത്. എൻ്റെ നാമം യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ
ആദ്യകാലം പൗലോസ് യഹൂദന്മാരുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. എന്നാൽ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, എൻ്റെ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചു. അടുത്ത ഭാഗം, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും. ഉണ്ടോ? ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും. അതുകൊണ്ട് പൗലോസിനെ നമ്മൾ പിന്നീട് ജാതികളുടെ അപ്പോസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്. റോമർ 11:13, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ. എഫ് എസ് ലേഖനം 3:8, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ. കണ്ടോ? ജാതികളുടെ അപ്പോസ്തലൻ. സ്തോത്രം. ജാതികളുടെ അടുക്കൽ. ഒരിക്കൽ ആരാണ്ട് പറഞ്ഞു, അവന് ജാതികളുടെ ഇടയിലാണ് ശുശ്രൂഷ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ജാതിത്തോട്ടമുണ്ട്. ഹലോ, ജാതിക്കായിട്ടില്ലേ നിങ്ങള്? എല്ലാ ദിവസവും രാവിലെ ഇവരെന്ത് ചെയ്യും? ജാതിക്ക പറക്കാൻ ഇറങ്ങി പോകും. അതുകൊണ്ട് ജാതികളുടെ ഇടയിലാണ് ശുശ്രൂഷ. ദൈവം അവനെ ജാതിക്ക പറക്കാനല്ല വിളിച്ചത്. എന്താ? ജെന്റൈൽസിന്റെ അടുക്കൽ, പാഗൻസിന്റെ അടുക്കൽ, ബർബരന്മാരുടെ അടുക്കൽ, സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ അടുക്കൽ, നേഷൻസുകളിലേക്ക് ദൈവം അവനെ അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ മേലുള്ള നിയോഗം വളരെ വലുതാണ്. ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കൽ അയക്കും. സ്തോത്രം. 4-ാമത്തെ ദർശനം റോമിൽ പോകുമെന്ന് പറയുന്ന ദർശനമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, 4 സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാനാണ് ദൈവം പൗലോസിന് ദർശനം നൽകുന്നത്. അടുത്തത് എന്താ? റോമിൽ പോയി പ്രവർത്തിക്കും എന്നുള്ള ദർശനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവർത്തികളുടെ പുസ്തകം 23-ാം അധ്യായം, സ്തോത്രം, 11-ാമത്തെ വാക്യം ആദ്യം വായിച്ചാട്ടെ. 11-ാമത്തെ. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമായിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. സ്തോത്രം. ഇത് ഞാനൊരല്പം വിവരിക്കും, കാരണം വിവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, തിരുവെഴുത്ത് നോക്കണം. സ്തോത്രം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, സന്ദർഭം എന്ന് പറയുന്നത്, പൗലോസിനെ കൊല്ലുവാൻ വേണ്ടി 40 പേർ ചേർന്ന് കഠിന ശബ്ദം ചെയ്ത ഒരു പ്രത്യേക സന്ദർഭമാണ്. സ്തോത്രം. സ്തോത്രം. പൗലോസിനൊരു ന്യായവിസ്താരമുണ്ടായി. അത് യഹൂദന്റെ മതകോടതിയിൽ വെച്ചാണ്. അപ്പോൾ പൗലോസ് നോക്കിയപ്പോൾ കുറച്ച് പേര് പരീശന്മാരും കുറച്ച് പേര് സാധുക്യരുമാണ്. താൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പരീശനും പരീശന്റെ മകനുമാണ്, മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ന്യായവിസ്താരത്തിലായിരിക്കുന്നത്. സാധുക്യർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. മനുഷ്യന് ആത്മാവുണ്ടെന്നോ മരണാനന്തര ജീവിതം ഉണ്ടെന്നോ ദൂതന്മാരുണ്ടെന്നോ പുനരുദ്ധാനം ഉണ്ടെന്നോ ഒന്നും വിശ്വസിക്കാത്തവരാണ് സാധുക്യർ. എന്നാൽ പരീശന്മാർ ഇതെല്ലാം വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ചേരുന്നതാണ് യഹൂദന്റെ മതകോടതി. അപ്പം കോടതിയിൽ പകുതി പേര് പൗലോസിന്റെ പക്ഷവും പകുതി പേര് പൗലോസിന്റെ എതിരാളികളുമായി മാറി. അപ്പോൾ ഈ എതിരാളികളായി മാറിയവർ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പം മറ്റൊരു കയറി പിടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തെള്ളുമൊക്കെ ആയി. അവൻ ഞമ്മൻ്റെ ആളാടാ തൊട്ട് പോലെന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാർ, അവനെ കൊല്ലണോടാ എന്ന് പറഞ്ഞു സാധുക്യര്. ഭയങ്കര ബഹളം പട്ടാള ക്യാമ്പിൽ കിട്ടു. എന്താണെന്നൊന്നും അറിയത്തില്ല. IG ബൈബിളിലെ ഭാഗം സഹസ്രാധിപൻ ഓടിക്കിതച്ച് അവരുടെ ആ ന്യായവിസ്താര സഭയിലേക്ക് വന്നപ്പോൾ ഒരു ഉപദേശി നടുക്ക് നിൽക്കുന്നു. എല്ലാവരോടും അവനെ തല്ലാൻ നോക്കുന്നു. എന്താണെന്നൊന്നും മനസ്സിലായില്ല. പുള്ളി ബലത്തോടെ ചെന്ന് ഈ പൗലോസിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യം പുള്ളിക്കുണ്ടായിരുന്നുള്ളൂ. പുള്ളി കൊച്ചു മനുഷ്യനായിരുന്നു. ബൈബിളിൽ തെളിവുണ്ട്. അവൻ്റെ വാക്കുകൾ ഊറ്റമുള്ളവ, എങ്കിലും ശരീര സാന്നിധ്യമോ ബലഹീനമായവ. അപ്പോൾ ആ ബലഹീനനായ പൗലോസിനെ പൊക്കിയെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? പട്ടാള ക്യാമ്പിലോട്ട് പോയി. പ്രൈസലോ. അപ്പം പട്ടാള ക്യാമ്പിൽ കൊണ്ടുപോയപ്പോൾ ഈ പൗലോസിനെ തല്ലാനും കൊല്ലാനും വേണ്ടി വന്നവർക്ക് പൗലോസിനിട്ട് 4 അടി കൊടുക്കാൻ പറ്റാത്തതിൽ അവരുടെ കൈ അങ്ങ് കരുവുരുക്കുകയാണ്. അവർ പറഞ്ഞു വീട്ടിൽ പോകുന്നില്ല. എല്ലാവരും ഒന്നിച്ച് വേറൊരു വീട്ടിൽ കൂടിയിട്ട് അവർ സംഖ്യ എടുത്തു. 1, 2, 3, 4 സംഖ്യ എടുത്തു. എത്രയായി? സ്തോത്രം, 40 പേരുണ്ട്. 40 പേര്. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഉപവാസമാണ്, കഠിന ഉപവാസമാണ്, വെള്ളം പോലും കുടിക്കരുത്, പൗലോസിനെ കൊന്നു കളയുവോളം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് കഠിന ശപഥം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 2 വാക്യം ഒന്ന് നോക്കണം എന്നോട് ചേർന്ന്. 13-ാമത്തെ വാക്യം, 23-ാമത്തെയും 13-ാമത്തെ വാക്യം. സ്തോത്രം. ഈ ശപഥം ചെയ്തവർ 40-ൽ അധികം പേരായിരുന്നു. പൗലോസിനെതിരെ ശപഥം ചെയ്ത എത്ര പേരാ? 40 പേര്. പക്ഷെ ദൈവം ചെയ്തത് കേൾക്കണമോ? അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 23-ാമത്തെ വാക്യം, 23-ന്റെ 23. സ്തോത്രം.
പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി, ഈ രാത്രി 3-ാം മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാൾ, 70 കുതിരച്ചേവകർ, 200 കുന്തക്കാർ. ഒന്ന് കൂട്ടി നോക്കി എത്ര വരണമെന്ന്. 200 അധികം 70, 270, പിന്നെ 200, 470. മനസ്സിലായോ? ലോ, പൗലോസിനെതിരെ ശബ്ദം ചെയ്ത് എത്ര പേരാ? പൗലോസിനെ കൊല്ലാൻ വേണ്ടി ശബ്ദം ചെയ്ത് എത്ര പേരാ? 40 പേര്. പക്ഷേ പൗലോസിന് വേണ്ടി ആരും സംസാരിക്കാനില്ലാത്ത ആ വേളയിൽ ദൈവം ആ രാത്രി പൗലോസിന് വേണ്ടി എഴുന്നേൽപ്പിച്ചത് 470 പേരെ. ദൈവത്തിൻ്റെ പൈതലെ, ആരും നിനക്കില്ല എന്ന് തോന്നുന്ന വേളയിൽ, സ്തോത്രം, ഏലിയാവിനോട് കർത്താവ് പണ്ട് പറഞ്ഞതുപോലെ, ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ, അല്ലടാ കുഞ്ഞെ, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ പൈതലെ, നീ കാണാത്തൊരു ശിഷ്യവലയം കർത്താവിനുണ്ട്. നിനക്ക് വേണ്ടി ചില പ്രതികൂലത്തിൻ്റെ വേളയിൽ സംസാരിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുമ്പോൾ, ദൈവം യോദ്ധാക്കളെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 13-ാം വാക്യത്തിലാണ് 40 പേര് പൗലോസിനെ കൊല്ലാൻ വേണ്ടി ശപഥം ചെയ്യുന്നത്. എന്നിട്ട് ഈ വാർത്ത ആരും അറിയരുത് എന്ന് അവർ തീരുമാനമെടുത്തിരിക്കാം. പക്ഷെ അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ടായി. ഈ വാർത്ത പുറത്തെത്തി. പ്രൈസലോ. എന്തോ ഒരു കാര്യത്തിന് അന്ന് അവിടെ വന്ന പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഈ വാർത്ത അറിഞ്ഞു. അവൻ ആ രാത്രിയിൽ തന്നെ പട്ടാള ക്യാമ്പിൽ ചെന്നു. പട്ടാള ക്യാമ്പിൽ ചെന്നിട്ട് ഒരു സാധാരണ പോലീസുകാരൻ എടുക്കുന്നത് പറഞ്ഞു. അയാൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ചെന്ന് ഐജിയോട് പറയാൻ. നോയ്യേ, സഹസ്രാധിപൻ്റെ അടുക്കലേക്ക് പോകാൻ ഇവന് നേരിട്ട് പെർമിഷൻ കിട്ടി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ അവരെ വിശ്വസിച്ചു പോകരുത്. നാളെ പ്രസംഗം കേൾക്കാനെന്ന ഭാവേന അവനെ ഇറക്കിക്കൊണ്ട് പോരാനും വഴിയിൽ പതിയിരിപ്പുകാരെ ഇരുത്തി അവനെ കൊല്ലാനും അവർ പദ്ധതി ചെയ്തിട്ടുണ്ട്. നീ അവരെ വിശ്വസിച്ചു പോകരുത്. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായാൽ സാധാരണ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് എന്താ പറയുക, നീ വയ്ക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഹലോ, പക്ഷേ എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു പയ്യൻ പറഞ്ഞ വാക്ക് അവർ മുഖതാവിലെടുത്തു. ശതാധിപന്മാരിൽ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ രാത്രി തന്നെ പൗലോസിനെ ക്ഷേമമായി കൈസരിയിൽ എത്തിക്കണം. അതിന് 470, 40 പേരാണ് ശപഥം, 470 പട്ടാളക്കാരെ പ്രൊട്ടക്ഷനോടുകൂടെ അയക്കണം. നമ്മുടെ ദൈവത്ര വലിയവനായ ദൈവം. അപ്പൊ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 13-ാം വാക്യത്തിലാണ് 40 പേര് ശപഥം ചെയ്യുന്നത്. 23-ാം വാക്യത്തിലാണ് അവനെ ക്ഷേമത്തോടെ എത്തിക്കാൻ 470 വരെ ഒരുക്കുന്നത്. പക്ഷെ ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ് 11-ാമത്തെ വാക്യത്തിൽ രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുക്കലേക്ക് വന്നു. ആരാ വന്നത്? കർത്താവ് നേരിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവിടെ ഒരു ദൂത് പറയാനുണ്ട്. പൗലോസിനോട് കർത്താവ് സംസാരിക്കാൻ 5 വിധ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, അശരീരിയായി സംസാരിക്കുന്നുണ്ട്. പൗലോസ് രക്ഷിക്കപ്പെട്ടപ്പോൾ ശബ്ദം കേട്ടു എങ്കിലും സംസാരിക്കുന്ന ആരെയും കണ്ടില്ല. ഇബ്രായ ഭാഷയിൽ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദമേ കേട്ടുള്ളൂ. എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവർ ശബ്ദമേ കേട്ടുള്ളൂ, ആരെയും കണ്ടില്ല. അപ്പോൾ അശരീരിയായി സംസാരിച്ചിട്ടുണ്ട്. 2, ദർശനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ. 3, പ്രവാചകനിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോകുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു എന്ന് ആലോചന പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4, കർത്താവിന് സ്തോത്രം, ദൂതൻ മുഖാന്തരം സംസാരിച്ചിട്ടുണ്ട്. അദ്രിയാക്കടലിൽ അലയുമ്പോൾ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ അരികെ നിന്നു എന്നാണ് വായിക്കുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ. അശരീരി, അടുത്തത് ദർശനം, പ്രവാചകൻ, അടുത്തത് ദൂതൻ. ഇങ്ങനെയൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെ ഭയങ്കര പ്രതിസന്ധി നിറഞ്ഞ വേളയിൽ ഈ 4 പേരിൽ ആരെയും കർത്താവ് അയച്ചില്ല. വചനം നോക്കിക്കേ. രാത്രിയിൽ കർത്താവിനടുക്കൽ നിന്ന് 11-ാമത്തെ വാക്യം ഒന്നുകൂടെ കാണിച്ച്. ആരാ നിന്നത്? സ്തോത്രം. എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ പ്രശ്നത്തിൻ്റെ രൂക്ഷത എങ്ങനെയോ അതിനനുസൃതമായിട്ടാണ് ദൈവം നിന്നെ ശിക്ഷിക്കുന്നത്, ദൈവം നിന്നോട് ഇടപെടുന്നത്. നിനക്കൊരു വചനത്തിൻ്റെ വെളിപ്പാട് മതിയെങ്കിൽ ദൈവം അത് തരും. സ്തോത്രം. അല്ല, ഒരു ദർശനമാണ് നിനക്ക് ആവശ്യമെങ്കിൽ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രവാചകനെ അയച്ചൊരു ദൂത് നിന്നെ സന്തോഷിപ്പിക്കാൻ തരണമെങ്കിൽ അത് ദൈവം തരും. എന്നാൽ തീവ്രതയേറിയ ഒരു വിഷയമാണെങ്കിൽ ദൈവം ഇതൊന്നും അല്ല അയക്കുന്നത്, കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. റോമിൽ പോകുന്നുള്ള വാക്ക് ഞാനതൊന്ന് വിവരിക്കാം.
നീ റോമിൽ പോകും. റോമിൽ ഒരു സഭയുണ്ട്. അത് പൗലോസ് സ്ഥാപിച്ചതല്ല. പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പോയി തുടങ്ങിയ ഒരു സഭയാണ് റോമിലെ സഭ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ ആ സഭ നല്ലൊരു സഭയാണ്. അവിടെ ഒന്ന് പോയി ശുശ്രൂഷിക്കണമെന്ന് പൗലോസിന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ താൻ ചെല്ലുന്നതിന് മുമ്പ് മുൻകൂറായി എഴുതി അയച്ച ലേഖനമാണ് ബൈബിളിലെ റോമാലേഖനം. ഹലോ, ഒന്നുകൂടെ പറയാം. റോമിൽ പോകുന്നതിന് മുമ്പ് ആ സഭയ്ക്ക് പൗലോസ് നേരത്തെ മുൻകൂറായി എഴുതി അയച്ച ലേഖനമാണ് റോമാലേഖനം. ആ ലേഖനത്തിലെ 2 പ്രാവശ്യം പൗലോസ് പറയുന്നു 1:15, റോമർ 1:15. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഉണ്ടോ? അപ്പൊ പൗലോസ് പറഞ്ഞ ഒന്നാമത്തെ ആഗ്രഹം റോമിൽ പോകാനുള്ള ആഗ്രഹം. ഇനിയും റോമർ 15:24 വരുമ്പോൾ അവിടെ പറയുകയാണ്, സ്തോത്രം, 23-24 വാക്യം. ഞാൻ സ്പാനിയിലേക്ക് യാത്രയാകുമ്പോൾ സ്തോത്രം, പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. കണ്ടോ? അപ്പൊ സ്പെയിനിൽ പോകുന്ന വഴിക്ക് റോമിൽ ഇറങ്ങി നിങ്ങളെ ഒന്ന് കണ്ട് അവിടെ 2 ദിവസം ശുശ്രൂഷിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ആഗ്രഹം. 2 പ്രാവശ്യം. മൂന്നാമത് ഒരിക്കൽ കൂടെ താൻ അതിനുവേണ്ടി ഒരു ശ്രമം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 19:21, 19-21 വാക്യം. അപ്പോസ്തലപ്രവൃത്തി. സ്തോത്രം. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു വിടാം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായിയിലും കൂടി കടന്ന് യെരൂശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമായും കാണണമെന്ന് പറഞ്ഞു. ഉണ്ടോ? സ്തോത്രം. 3 പ്രാവശ്യം. റോമർ 1:15, 15:24, അപ്പോസ്തലപ്രവൃത്തി 19:21. 3 പ്രാവശ്യം റോമിൽ പോകാൻ പൗലോസ് പരിശ്രമങ്ങൾ ചെയ്തു. നടന്നില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് 40 പേര് ചേർന്ന് അവനെ കൊല്ലാൻ വേണ്ടി കഠിന ശപഥം ചെയ്യുന്നത്. രാത്രിയിൽ കർത്താവ് എന്നിട്ട് പറഞ്ഞു, പൗലോസേ, അല്ല, അവർ നിന്നെ കൊല്ലില്ല. നീ റോമിൽ പോകും. ദൈവത്തിൻ്റെ മക്കളെ, പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ ഇനി നടക്കത്തില്ല എന്ന് വെച്ച് നിങ്ങൾ മാറ്റിവെച്ചതിനെ ഒരിക്കലൂടെ പൊടി കുടഞ്ഞ് തട്ടിയെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ ഈ വചനത്തിലൂടെ ദൂത് പറയുകയാണ്. നീ റോമിൽ പോകും. സ്തോത്രം. ചില വേളകളിൽ മനുഷ്യരോ പിശാചോ സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ വഴികൾ അടച്ചാലും നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റി തരുന്ന ദൈവമാണ്. പൗലോസേ, നീ റോമിൽ പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന് കർത്താവ് നൽകിയ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായുള്ള ദർശനങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇനി 4ാമത്തെ ദർശനം കൊടുങ്കാറ്റിൽ അവനെ ധൈര്യപ്പെടുത്തുവാനായി കർത്താവ് നൽകിയ ദർശനമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 23-24 വാക്യം. അദ്രിയ കടലിൽ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അലയുന്ന വേളയിൽ, ആഹാരമുണ്ടെങ്കിലും എടുത്തു കഴിക്കാതെ എല്ലാവരും പട്ടിണി കിടക്കുന്ന വേളയിൽ, പ്രൈസ് ദി ലോർഡ്, രാത്രിയിൽ കർത്താവിന് ദർശനം നൽകി. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ നിന്നു. അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. പൗലോസേ, നീ ഭയപ്പെടരുത്. നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചുലച്ച, എന്താ പറയുന്നത്, വല്ലാതെ സ്വാധീനിച്ച ഒരു ചിന്ത അവിടെയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കപ്പലിൽ എത്ര പേരുണ്ടെന്നുള്ള ഹാജർ ലിസ്റ്റ് 276 പേരുണ്ട്. ഭയങ്കര കപ്പലാണ്. 276 പേർക്ക് യാത്ര ചെയ്യാനുള്ള കപ്പലെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി. ഹലോ, 50 പേർക്ക് കയറാൻ പറ്റുന്ന ഒരു വള്ളം ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോഴാ 276 പേരും പിന്നെ അത്രയും പേർക്ക് കഴിക്കാനുള്ള ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് 100-300 പേരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന കപ്പൽ അക്കാലത്തുണ്ടായിരുന്നത്. പ്രൈസലോ, പായ്ക്കപ്പലാണ്. യന്ത്രമില്ല. കാറ്റിൻ്റെ സഞ്ചാര ദിശ അനുസരിച്ച് ഈ തുണി വലിച്ചു കെട്ടും. ആ തുണിക്ക് അല്ലെങ്കിൽ ആ പായ്ക്ക് കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ നീണ്ടുപോകും. സ്തോത്രം. പ്രൈസലോ. ആ യാത്ര തുടങ്ങാൻ നേരത്ത് പൗലോസ് കണ്ടൊരു ദർശനം പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഈ യാത്രയിൽ വളരെ കഷ്ടനഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കാണുന്നു. കപ്പലുടമയും കപ്പിത്താനും ഒക്കെ ചോദിച്ചു, എടാ ഉദ്ദേശി, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങേര് കാണുന്നെന്ന് പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ പൗലോസിന്റെ വാക്കിന് മുഖവേലയ്ക്ക് എടുക്കാതെ അവര്
ആ കപ്പലിൻ്റെ സ്തോത്രം ഈയം എടുത്ത് കാറ്റിന് അഭിമുഖമായി പായ് വലിച്ചു കെട്ടി യാത്ര തുടങ്ങി. യാത്ര അങ്ങോട്ട് പോയി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് മന്ദമായി ഊതി. കാര്യം സാധിച്ചു എന്നവർ വിചാരിച്ചു. അപ്പോൾ അവരിരുന്നവരൊക്കെ ഉപദേശിച്ച് നോക്കി, എന്നാടാ ഏ ഏ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, പല്ല് വിളിച്ച് കാണിച്ചു. പ്രൈസലോ. പക്ഷെ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശാനമൂലൻ എന്ന മറ്റൊരു കാറ്റടിച്ചു. എന്താ ഈശാനമൂലൻ? ആൾക്കാർ വിചാരിച്ചു വെച്ചേക്കുന്നത് അത് ഒരു പ്രത്യേക മൂലനാണെന്ന്. ഞാൻ അങ്കമാലിലാണ് താമസിക്കുന്നത്. ഇവിടെ മൂലന്മാരുണ്ട്. അങ്കമാലിലൊക്കെ സൂപ്പർ മാർക്കറ്റ്, മൂലൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. മൂലൻ എന്ന് പറയുന്നത് ഒരു കുടുംബക്കാരുടെ. അപ്പോൾ ഇതുപോലത്തെ ഏതോ ഒരു മൂലനായിരിക്കും ഈശാന മൂലൻ. അല്ല കേട്ടോ. മലയാളത്തിൽ അങ്ങനത്തെ ഒരു വാക്കാണ് കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷിൽ നോക്കിയേ, നോർത്തേൺ വിൻഡ് എന്ന വടക്കൻ കാറ്റ്. തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്. മനസ്സിലായോ? തെക്കൻ കാറ്റ് മന്ദമായി ഊതി കപ്പൽ പോയി. പക്ഷേ വേറൊരു കാറ്റ് അവിടുന്ന് വന്നു, വടക്കൻ കാറ്റ് വന്ന് ഈ കപ്പലിനെ പാറിച്ചു കൊണ്ടുപോയി, ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശയറ്റുപോയി. കപ്പൽ തകർന്ന വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാസങ്ങളോളം കഴിക്കാൻ കൊണ്ടുവന്ന ധാന്യമൊക്കെ എടുത്ത് കടലിലേക്ക് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഭാരം കുറയ്ക്കുകയാണ്. സ്തോത്രം. 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ടില്ല. എന്താ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. പൗലോസ് ദൂത് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എങ്കിലും നമ്മുടെ കപ്പൽ ഒരു തിട്ടമേൽ തട്ടി തകരും. നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരില്ല. കുറേ കഴിഞ്ഞു, ഈയമിട്ട് നോക്കി. സ്തോത്രം. 40 മാറുന്നു കണ്ടു. കുറേ കഴിഞ്ഞു 20 മാറുന്നു കണ്ടു. കുറേ കഴിഞ്ഞു 10 മാറുന്നു കണ്ടു. അവർക്ക് മനസ്സിലായി കരയോടടുക്കുകയാണ്. കരയോടടുക്കുകയാണ്. പെട്ടെന്ന് ഒരു മണൽ തിട്ടമേൽ തട്ടിയിട്ട് ഈ കപ്പൽ തകർന്നു പോയി. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നിന്റെ കപ്പൽ തകർന്നെങ്കിലും കരയോടടുത്ത സന്ദർഭത്തിൽ മാത്രമേ നിന്റെ കപ്പൽ തകരാൻ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അദ്രിയാക്കടലിൻ്റെ ഉൾക്കടലിൽ അലയുന്ന നേരത്ത് ഈ കപ്പൽ തകർന്നിരുന്നെങ്കിൽ ഒരു വിധത്തിലും ആരും രക്ഷപ്പെടില്ലായിരുന്നു. എന്നാൽ കരയോടടുത്തപ്പോൾ മാത്രമേ കപ്പൽ തകരാൻ ദൈവം അനുവദിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കപ്പൽ തകർന്നു. നീന്താൻ അറിയാവുന്നവരൊക്കെ നീന്തി അങ്ങ് കരക്കെത്തി. ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഈ പൊളിഞ്ഞു പോയ കപ്പലിൻ്റെ പലക വല്ലതും കിട്ടുകയാണെങ്കിൽ പലകപ്പുറത്ത് കയറി അങ്ങ് പോരാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ നീന്തറിയാവുന്നവരെല്ലാം കരയിൽ ചെന്ന് നീന്തി ചെന്നിറങ്ങി. ബാക്കിയുള്ളവർ ഈ പലകയുടെ മണ്ടയ്ക്കൊക്കെ കയറി ഇരുന്ന് അങ്ങ് ചെന്നിറങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര തണുപ്പ്. അവിടെ തീ കാഞ്ഞു. പക്ഷെ വേറെ 2 പ്രശ്നം. ഹലോ, 2 പ്രശ്നം. ഒന്ന്, കർത്താവ് എന്താ പറഞ്ഞത്? നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. റോമിൽ പോകും. ഇപ്പൊ റോമിലും എത്തിയില്ല, എങ്ങും എത്തിയില്ല. ദ്വീപിന്റെ പേര് പോലും പിന്നീട് അറിയുന്നു. മെലീത്ത എന്ന് ഗ്രഹിച്ചു എന്നാണ് വായിക്കുന്നത്. സ്ഥലപ്പേര് പോലും അറിയാത്ത ഒരു തീരത്താണ് ചെന്നിറങ്ങിയത്. സ്തോത്രം. ഇപ്പോൾ പ്രശ്നങ്ങൾ വലുതാണ്. ഇനി തുടർന്ന് എങ്ങനെ യാത്ര ചെയ്യും? യാത്ര ചെയ്യാൻ കപ്പൽ എവിടെ? കപ്പൽ തകർന്നുപോയി. ഇനി കഴിക്കാൻ ആഹാരം എവിടെ? ആഹാരം എല്ലാം എടുത്ത് കടലിൽ കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും ചോദ്യങ്ങളാണ്. പക്ഷെ ദൈവത്തിൻ്റെ പക്കൽ നീ കാണാത്ത പദ്ധതികളുണ്ട്. നീ കാണാത്ത പദ്ധതികൾ ദൈവത്തിൻ്റെ പക്കലുണ്ട്. എന്താ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ദ്വീപിൻ്റെ പ്രമാണി പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയുടെ പിതാവ് പനിയും അതിസാരവും പിടിച്ചു കിടക്കുകയാണ്. പൗലോസ് അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ മനുഷ്യനെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ മക്കളെ, കടലിൽ കളഞ്ഞതെല്ലാം തിരിച്ചു തരാൻ ശുശ്രൂഷയുടെ ഒരു വാതിൽ ദൈവം നിനക്കായി തുറന്നാൽ മതിയാകും. സ്തോത്രം. തിരുവെഴുത്തിൽ എന്താ വായിക്കുന്നതെന്ന് അറിയാം. ഞങ്ങൾ കപ്പൽ കയറുന്ന നേരത്ത് ആവശ്യമുള്ളതൊക്കെയും ബർബരന്മാർ കയറ്റി തന്നു. സ്തോത്രം. സംസ്കാരമില്ലാത്ത ആളുകളെ കൊണ്ട് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിത്തരാൻ ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതായി വെളിപ്പെടും. 2ാമത്തെ പ്രശ്നം, ഇനി എങ്ങനെ യാത്ര ചെയ്യും? ഇവർ കുറച്ചുപേര് പലകത്തുണ്ടേ വന്നില്ലേ? പലക കഷ്ണത്തിന്മേൽ കയറി വന്നില്ലേ? ആ പലക എല്ലാം കൂടി എടുത്തൊരു ഒരു കപ്പലുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ കൂടിപ്പോയ 10 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വള്ളം ഉണ്ടാക്കാൻ പറ്റും. അതിൽ കൂടുതൽ പലകയില്ല. പലകയെല്ലാം ഒലിച്ചുപോയി. ഹലോ, പലകയെല്ലാം ഒലിച്ചുപോയി. പട്ടിക കഷ്ണമെല്ലാം ഒഴുകിപ്പോയി. ഒന്നുമില്ല. 5-6 പലകത്തുണ്ടും കൊണ്ട്
കരയ്ക്ക് നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കേൾക്കണമോ? പ്രവൃത്തികളുടെ പുസ്തകം, സ്തോത്രം, 28-ാം അധ്യായം, ഹല്ലേലൂയ, 11-ാമത്തെ വാക്യം. സ്തോത്രം. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയൻ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. ഹലോ, ആളുകളെല്ലാം പറയും, തണുപ്പ് കാലം കഴിഞ്ഞിട്ട് യാത്രയാകാൻ വേണ്ടി ഈ അലക്സാന്ദ്രിയൻ കപ്പൽ, അശ്വിനി ചിഹ്നമുള്ള കപ്പൽ അവിടെ തമ്പടിച്ച് കിടക്കുകയാണെന്ന്. ദൈവത്തിന് പറയാൻ വേറൊരു ദൂതുണ്ട്. എൻ്റെ ദാസൻ വരുന്നുണ്ട്. അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞാൻ അവന് ദാനം ചെയ്തിരിക്കുക. അത്രയും പേരെ കൊണ്ടുപോകണം. അതുകൊണ്ട് തമ്പുരാൻ മാസങ്ങൾക്ക് മുമ്പ് അതിനെ അവിടെ പിടിച്ചു കിട്ടും. ചിലതിനെയൊക്കെ ദൈവം വഴി മുടക്കിയിടുന്നത്, ചിലതിനെയൊക്കെ തമ്പുരാൻ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്, ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടികളായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അവനെ ദൈവം ക്ഷമമായി പിന്നത്തേതിൽ കൈസരിയിൽ എത്തിച്ചു. ആദ്യം അനന്യാസിനോട് പറഞ്ഞ വാക്കിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ നാമം യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ, രാജാക്കന്മാർ 40 പേര് ചേർന്ന് അവനെ കൊല്ലാൻ കഠിന ശപഥം ചെയ്യുന്നതിന് മുമ്പ് പൗലോസ്, സ്തോത്രം, ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല, രാജാക്കന്മാരോടും സുവിശേഷം അറിയിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം അഗ്രിപ്പ രാജാവിനോട്, അതിന് തൊട്ട് മുമ്പ് അഗ്രിപ്പ രാജാവിനോട്, ഫെസ്തോസിനോട്, ഫേലിക്സിനോട്, ബർന്നിക്ക രാജ്ഞിയോട്, ദ്രുസില്യ രാജ്ഞിയോട്, രാജതലത്തിൽപ്പെട്ട അനേകരോട് സുവിശേഷം പറഞ്ഞിട്ടും മാത്രമേ അവൻ മരിക്കുവാൻ ദൈവം അനുവദിച്ചുള്ളൂ. നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ബാക്കി നിൽക്കുന്നെങ്കിൽ ഈ സാഹചര്യങ്ങൾക്കൊന്നും നിങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. 5-ാമത്തെ ദർശനം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. മീറ്റിംഗ് നിർത്തേണ്ടുന്ന സമയമായി. സ്തോത്രം. അത് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലാണ്. ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകും. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സ്തോത്രം. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നു ജനത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് കരുതി വലിച്ചിടിച്ച് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയിട്ടു. ആ സന്ദർഭത്തിലായിരിക്കാം കർത്താവിൻ്റെ ആത്മാവിനെ 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പൗലോസ് സഹിച്ച കഷ്ടതകളിൽ പറയുന്നു, ഒരിക്കൽ കല്ലേറുകൊണ്ടു എന്ന്. കല്ലേറുകൊണ്ട് മരിച്ചവനെ പോലെ കിടന്ന വേളയിലായിരിക്കാം. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ശരീരത്തോടു കൂടെയാണോ അല്ലാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. മനസ്സിലായോ? ഇത് സ്ഥിരബോധത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല. മരിച്ചു കിടന്ന ആ വേളയിൽ ദൈവനെ കൊണ്ടുപോയതാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത നിത്യാവകാശങ്ങൾ അല്പനേരത്തേക്ക് ദൈവന് മറനീക്കി പ്രദർശിപ്പിച്ചു. എന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, കുഞ്ഞെ, നീ മൂലം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച ശുശ്രൂഷകളിൽ ചിലതുകൂടെ ബാക്കി നിൽക്കിയാൽ നീ മടങ്ങിപ്പോകാം. ശിഷ്യന്മാർ ചുറ്റി നിൽക്കയിൽ അവൻ ചാടി എഴുന്നേറ്റ് ദർബയിലേക്ക് പോയി സുവിശേഷം അറിയിച്ചു. പിന്നീട് പൗലോസിന്റെ വാക്കുകൾക്കൊക്കെ എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം നിത്യതയുടെ ദർശനം, മരണത്തിന് ശേഷമുള്ള ആ ജീവിതം, കർത്താവിൻ്റെ കൂടെയുള്ള വാസം, അതൊക്കെ അവൻ ആത്മാവിൽ കണ്ടവനാണ്. നിത്യതയുടെ ദർശനം നമ്മുടെ അകത്ത് കത്തിജ്വലിക്കട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ കർത്താവിൽ നിന്ന് ഒട്ടും പുറകോട്ട് വലിച്ചു മാറ്റാതിരിക്കട്ടെ. ദർശനമുള്ളവരായി, നിയോഗമുള്ളവരായി മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയപരിധി കൊണ്ട് ഞാൻ ഈ വാക്കിൽ നിർത്തുന്നു. എനിക്ക് അവസരം നൽകിയ നിങ്ങളോട് ഏവരോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.